അബൂജഹൽ ഒരു പരിധി വരെ അള്ളാഹുവിൽ വിശ്വസിക്കാൻ തയ്യാറാണ്. അബൂജഹലിനുള്ള കുഴപ്പം എന്താ? ശരിക്കും അള്ളാഹ് ഒന്നാണോ എന്ന് വിശ്വാസമില്ലാത്തതല്ല, അതൊക്കെ പോകാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. അബൂജഹൽ കുടുങ്ങിയ അള്ളാനെ വിളിച്ചിട്ടൊക്കെ തോരക്കും. ബദറിലേക്ക് പോകുമ്പോ അള്ളാനെ വിളിച്ച് തോരുന്നതുണ്ട്. ബദർ പടപ്പാട്ടിന് മോയിൻകുട്ടി എഴുതിയൊരു പറയണ്ടേ, ബദർക്ക് പുറപ്പെടുകയാണ്. 1000 പടയാളികളും അവർക്കാവശ്യമായ വാളുകളും അങ്കികളും ഒട്ടകങ്ങളും കുതിരകളും എല്ലാ തയ്യാറെടുപ്പുകളും 2-3 മാസത്തിനുള്ള ഭക്ഷണങ്ങളും കള്ളുകളും കൂടെ പോരാനുള്ള പെണ്ണുങ്ങളും എല്ലാം റെഡിയാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മായി ആയിരുന്ന ആതിഖ ബീവി ഒരു കിനാവ് കണ്ടു. മക്കത്തെ പ്രധാനികളെല്ലാം കൊല ചെയ്യപ്പെട്ടതാണ് കിനാവ്. ആതിഖ ബീവി എന്ന് പറഞ്ഞാല് നമ്മളൊക്കെ നാട്ടിലുണ്ടാവില്ല, പെണ്ണുങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ചില പെണ്ണുങ്ങൾ, അങ്ങനത്തെ ഒരു പെണ്ണാണ്. മയ്യത്ത് ഒളിപ്പിക്കാനും മയ്യത്ത് കൊണ്ടുപോയാൽ പിന്നെ പെണ്ണുങ്ങളെ കൂട്ടിയാണ്ട് ഒരു യാസീനോദാനൊക്കെ ഉള്ള കുറച്ച് പെണ്ണുങ്ങൾ ഉണ്ടാവും. എന്ന മാതിരി മക്കത്തുള്ള ഒരു പെണ്ണാണ് ആതിഖ ബീവി. ആതിഖ ബീവി എന്തെങ്കിലും പറഞ്ഞ മാതിരി നടക്കലുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ ആതിഖ ബീവി ഒരു സ്വപ്നം കണ്ടപ്പോ ആതിഖ ബീവിന്റെ ആങ്ങള യുദ്ധത്തിന് പോണ സംഘത്തിലുണ്ട്. ആങ്ങളിനെ വിളിച്ചിട്ട് പറഞ്ഞു, കാക്ക ഈ പോണ്ടട്ടോ, ബാക്കിയുള്ളവരൊക്കെ പോയിക്കോട്ടെ, ഞാനിങ്ങനെ ഒരു കിനാവ് കണ്ടിട്ടുണ്ട്, എല്ലാ പ്രധാനികളും മരിച്ചതായിട്ട്. ഞാൻ കണ്ടാൽ എനക്ക് അറിയാലോ, കണ്ടതുപോലെ ഉണ്ടാവുന്നു, ഈ പോണ്ട, ആരോടും ഈ വിവരം പറയരുത് എന്ന് പറഞ്ഞു. ഇവർ പറഞ്ഞു ഞാൻ പോണില്ല, തീരുമാനിച്ചു, ആരോടും പറയില്ല. കുറച്ച് ദിവസം ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോ മൂപ്പര ബിസിനസ് പാർട്ട്ണറായ ആള് പോണുണ്ട്, ഓനോട് മാത്രം ഒന്നും പറയാതെ തീരുമാനിച്ചു. അങ്ങനെ അവനോട് എന്നിട്ട് പറഞ്ഞു ആരോടും പറയരുത്, ആദ്യത്തെ അങ്ങനെ ഒരു കിനാവ് കണ്ടിട്ടുണ്ട്, ആദ്യമൊക്കെ കണ്ട മാതിരി ഉണ്ടാവും, അതുകൊണ്ട് ഇജ്ജ് പോണ്ടായിരുന്നു. ആയിക്കോട്ടെ ഞാൻ പോണില്ലായിരുന്നു. മൂപ്പരിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോ മൂപ്പര വാപ്പ പോണയിലുണ്ട്. വാപ്പാടി എന്നിട്ട് പറഞ്ഞു ആരോടും പറയണ്ട വാപ്പ, നിങ്ങൾ പോണ്ട. ഇങ്ങനെ അവസാനം അബൂജഹലിനോടും ചെന്നിട്ട് പറഞ്ഞു ആരോ ഒരാള് ആരോടും പറയണ്ട, സംഗതി ഇങ്ങനെയൊക്കെയാണ് എന്ന്. പെട്ടു, ആകെ പെട്ടു. പോവാതിരിക്കാൻ നിർവാഹമില്ല, കാരണം നമുക്ക് ഭക്ഷണം വേണ്ടെന്നൊക്കാം, പക്ഷെ ആ പെണ്ണുങ്ങൾ എങ്ങനെ വേണ്ടെന്നൊക്ക. ഒരു 2-3 മാസത്തിന് കള്ളേറ്റാണ് പോയത്, അതെങ്ങനെ ഒഴിവാക്കുക. അപ്പൊ അതുകൊണ്ട് മുമ്പ് രാഗം ഷെയ്പ്പായപ്പോ അവസാനം ഒരു തീരുമാനം എടുത്ത് നമുക്ക് കഅബത്തിനെ പോയിട്ടൊന്ന് ദ്വാരക്കാന്ന്. അങ്ങനെ കഅബത്തിന്റെ അടുത്തേക്ക് ദ്വാരക്കാൻ വരികയാണ്. മോയിൻകുട്ടിയുടെ ബദർ പടപ്പാട്ടിലാണ്. അങ്ങനെ 1000 പടയാളികളും ഭക്ഷണങ്ങളും എല്ലാ ഒരുക്കങ്ങളുമായിട്ട് മുഴുവൻ സന്നാഹങ്ങളോടും കൂടി കഅബന്റെ അടുത്ത് വന്നിട്ട് കഅബന്റെ കില്ല പിടിച്ചിട്ട് ദ്വാരക്കാണ്. ഇറയോനെ ഹാദൽ ബൈത്തുടെ നായനെ ഹക്കോട് ബാത്തില് രണ്ടിതിൻ ഇടയൈ പീരിത്തിടണം ഇന്ദദിനന്തനിലെ നമതിരുപാകമിക്കുവരിൽ ഒരു പേർകൾ ഹക്കുടയോർ അവർ ആരുനക്കറിയാം അവർകളെ ഇനതിൽ പീരിത്തു ഹലസിയത്താക്കിടു നീ പരനെ രണ്ടാലൊരു ദീനിനെ പോരിശയാക്കി നീ ദായിമിൽ കാത്തുകൊൾ ഫത്താഹേ താമസം ചെയ്തിടാതുത്തിരം നൽകിടു നീ. ഫത്താഹെ അസ്മാഉൽ ഹുസ്നെ കണ്ടുപോയാല് ആരതുവാണ്? അബൂജഹലിന്റെ. സത്യത്തിൽ അബൂജഹലിന്റെ പ്രശ്നം എന്താ? അള്ളാഹുവിൽ വിശ്വാസമില്ലാത്തതല്ല. പിന്നെന്താ പ്രശ്നം? ഈ നാട്ടിൽ ഒരു നബി വരികയാണെങ്കിൽ ബഹുമാനമാക്കപ്പെട്ട ഞാൻ അവറുകളാണ് അതാവേണ്ടിയിരുന്നത്, അതാ യത്തീംകുട്ടി ആയത് ശരിയായില്ല എന്നുള്ളതാണ് പ്രശ്നം. മുഹമ്മദ് നബിയോടുള്ള താല്പര്യക്കുറവ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അതാണ് അബൂജഹൽ കാഫിറും മുശ്രിക്കും സത്യനിഷേധിയും ആയതിന്റെ കാരണം. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട സാധനം എന്ന് പറയുന്നത്. മുഹമ്മദ് നബിയോടുള്ള താല്പര്യമാണ് ഈമാൻ, അതിൽ കുറഞ്ഞാലാണ് ഈമാൻ കുറയാം. യുക്തിവാദം മുഹമ്മദ് നബിയോടുള്ള താല്പര്യക്കുറവാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിരീശ്വരവാദം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള താല്പര്യക്കുറവാണ്. സർവമത സത്യവാദം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള താല്പര്യക്കുറവാണ്. ലിബറലിസം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള താല്പര്യക്കുറവാണ്. ബിദ്അത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള താല്പര്യക്കുറവാണ്. മുഹറം മാസം ആയാലും നമ്മുടെ മാർസിലൊക്കെ കുട്ടികൾക്ക് നബിദിന പരിപാടി കൊടുക്കും, പാട്ടും പ്രസംഗമൊക്കെ. റബീഉൽ അവ്വൽ 12 പരിപാടിക്കുള്ള. മുഹറം മാസമായാലും സുന്നികളല്ലാത്തവർ മുഹമ്മദ് അദ്ദേഹം സാധാരണ മനുഷ്യൻ തന്നെയാകുന്നു എന്ന് പോസ്റ്റർ ഒട്ടിക്കും.
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യനായി കിട്ടായിട്ടുള്ള ഇടങ്ങേറാണ് ബിദ്അത്തിന്റെ അസ്ല്. പക്ഷെ ഇത് ഓർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല കേട്ടോ. ഇത് നമ്മക്കേ മനസ്സിലാവുള്ളൂ ഇതാണ് കുഴപ്പം പറ്റിയെന്ന് ഓർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞങ്ങളാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒറിജിനൽ ആൾക്കാരെന്ന് അവർ പറയാ. സത്യത്തിൽ ഇതാണ് പറ്റിയിട്ടുള്ളത്. ബിദ്അത്ത് എന്ന് പറയുന്നത് ഈമാന്റെ മുഖ്സാനിയത്താണ്. അഹ്ലുസുന്നത്ത് വൽ ജമാഅ എന്ന് പറയുന്നത് ഈമാന്റെ കമാലിയത്താണ്. ഈമാൻ മുഖ്സാനിയത്തിലേക്ക് പോവുക മുഹമ്മദ് നബിയോട് താല്പര്യം കുറഞ്ഞാലാണ്. സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലം. അപ്പൊ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട അസ്ല് അടിസ്ഥാനം അതാണ്. ഇത് എത്രത്തോളം ഉണ്ട് എന്നതിനനുസരിച്ച് ഉഷാറാവും. ഇത് നമ്മളെ കുടുംബത്തിക്ക് വന്നാലും ഇങ്ങനെ തന്നെയാണ്. മക്കളിൽ ഈമാൻ നിലനിൽക്കണോ, മുഹമ്മദ് നബിയോട് താല്പര്യം ഉണ്ടാവണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ നമ്മള് മക്കളും ഭാര്യയും പാപ്പിയും എല്ലാരും കൂടി ഒരു ടൂറ് പോകുകയാണെന്ന് വിചാരിക്കുക. നമ്മൾ എന്തായാലും വണ്ടിയിൽ പാട്ടിടുമല്ലോ, ആ പാട്ട് വരെ മദീന നബി ആയിരിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ കുട്ടികളെ കൽബിക്ക് നിബിധങ്ങളോട് കയറണം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈമാൻ ഒന്നും പറ്റില്ല. ഈ ഇരിക്കണ എല്ലാവർക്കും കുനൂത്ത് ഓതുന്നതിന്റെ തെളിവറിയാനുള്ള അഭിപ്രായം എനിക്കില്ല. ഈ ഇരിക്കണ എല്ലാവർക്കും കൈ ഇങ്ങനെയാണ് കെട്ടേണ്ടത് എന്നുള്ളത് തെളിവറിഞ്ഞിട്ടാണെന്ന അഭിപ്രായം എനിക്കില്ല. ഈ ഇരിക്കണ എല്ലാവർക്കും തറാവീഹ് 20 എന്നുള്ളതിൽ തെളിവറിയാം എന്ന അഭിപ്രായം എനിക്കില്ല. നമ്മളത് അന്വേഷിക്കണമില്ല. എന്താ കാരണം? മുഹമ്മദ് നബിയോടുള്ള താല്പര്യം സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ കുറഞ്ഞാൽ പിന്നെ കൈയ്യെട്ടുന്നതിന്റെ തെളിവും കുനൂത്തോതുന്നതിന്റെ തെളിവൊക്കെ അന്വേഷണം ആരംഭിക്കും. ഇതാണ് അസ്ല്. ഈ അസ്ലിനെ മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഉമ്മത്തിന്, നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ നാട്ടുകാർക്ക് ഈ ഒരു പ്രത്യേകതയെ കൊടുക്കാൻ നമുക്ക് കഴിയണം. ഇതിന് പൂർവികരായ ആളുകൾ ഈ ശൈലി ഉണ്ടാക്കി. റബീഉൽ അവ്വൽ 12 കുട്ടികളെ നബിദിന പരിപാടി നടക്കുമ്പോൾ പൂർവ്വ വിദ്യാർത്ഥികൾ ചെന്നിട്ട് സദറുസ്ഥാനോട് ചോദിക്കും, പൂർവ്വ വിദ്യാർത്ഥികൾക്ക് പാടാൻ സമയം ഉണ്ടാവുമോ? അപ്പൊ സദറുസ്ഥാൻ എന്ത് ചെയ്യും? കുട്ടികളെ പരിപാടിയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു 1/2-3 മണിക്കൂർ ഒഴിവിട്ടിട്ട് ഇനി പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ ആരംഭിക്കുന്നതാണ് എന്ന് അനൗൺസ് ചെയ്യും. അതിൽ പൂർവ്വ വിദ്യാർത്ഥികൾക്കായിട്ട് ഹക്കാനെ കൊനമറൽ മക്കാബ് വിട്ട് നബി പക്കാ മദീന തണവായി ആരേത് വെച്ചിടുക ഈരാണ മുത്തു ഷഹർ ബാറാൽ പൊറുത്ത വിറകേന്ന് പാടുമ്പോ ഗൾഫിൽ നിന്ന് വന്ന ആൾക്കാരുണ്ടാവും, ലീവിന് വന്നവര്. ഒരു കീശയൊക്കെ ഇങ്ങനെ നോക്കും, കായെടുത്തിട്ട് കവറിലിട്ട് കൊണ്ടാണ് കൊടുക്കും. ഇതൊക്കെയാണ് പഴയ കാലത്തെ ആളുകളുടെ രീതി. ഇതുകൊണ്ടാണ് പഴമക്കാർക്ക് ഈമാൻ നിലനിന്നത്. നല്ലോണം ആലോചിക്കുന്നത് നമ്മുടെ നാട്ടില് പള്ളിയില് നിസ്കരിക്കാന് 40 ആള് തികയായിട്ട് മൊല്ലാക്ക പാടത്ത് പോയി കന്നൂട്ടുന്ന ആളെ കൂട്ടിക്കൊടുന്ന് പള്ളിക്കുളത്തുനിന്ന് കള്ളിത്തുണി കുത്തിത്തിരിമ്പിച്ചിട്ട് എടുപ്പിച്ചിട്ട് 40 തേച്ച് ജുമ നിസ്കരിച്ചിരുന്ന കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ മരിക്കാൻ നേരത്തെ പാടത്തുനിന്ന് കയറി വന്നിട്ട് മറിയമോ കഞ്ഞിന്റെ വെള്ളം ചൂടുള്ളതുണ്ടോന്ന് ചോദിച്ചിട്ട് 2 കല്ല് ഉപ്പിട്ടുങ്ങാണ്ട് കഞ്ഞിവെള്ളം കുടിച്ചിട്ട് കട്ടിലുമ്മ നീണ്ടു നേർന്ന് കടന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ ചൊല്ലിയിട്ടാണ് അവർ മൗത്തായിരുന്നത്. ഇന്ന് ഈ ഇരിക്കണ നമ്മൾ എത്ര മനുഷ്യന്മാരും മരിക്കണ കണ്ടു. ആരെ കെളിമല്ലിയത്? ആര് കെളിമല്ലുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്? ഇതൊരു വിഷയമല്ലേ? നിങ്ങൾക്കൊരു വിഷയമായിട്ട് തോന്നിയിട്ടില്ലേ? ഈമാൻ നിലനിന്നിരുന്നത് അവർക്ക് മുഹമ്മദ് നബിയോട് അടങ്ങാത്ത താല്പര്യമാണ് എന്നതിനാലാണ്. ഇതിന്റെ അർത്ഥം നിസ്കരിച്ചണ്ടാന്നോ നോയമ്പ് എടുക്കണ്ടെന്നോ ഒന്നും അല്ല കേട്ടോ. പക്ഷെ ആ പഴയ കാലവും പുതിയ കാലവും തമ്മിലുണ്ടായ ഒരു വ്യത്യാസം, അവർ ഈമാനിൽ വളരെ മുൻപന്തിയിലാണ്. അമലിൽ ലേശം കുറവുണ്ടായിരുന്നു. ഇന്ന് പുതിയ തലമുറ അമലിൽ ഒരു കുറവുമില്ല. റമദാൻ മാസം ഇതാ വരാൻ പോകുന്നു. റമദാൻ മാസം ആയാലും ദുഹർക്ക് അങ്ങാടിത്തെ പള്ളിയിൽ ഹൗലുക്ക് വെള്ളം അടിച്ചാലും തികയില്ല. കൗരിയാണ് നിൽപ്പിച്ചിട്ട്. പക്ഷെ കെളിമേലി മരിക്കണ ആൾക്കാർ എത്രണ്ണ? ഇതൊരു ചിന്താ വിഷയമല്ലേ? ആണ്. എന്തുകൊണ്ട്? അമലുസ്സാലിഹാത്ത് എന്ന് പറയുന്ന ഫുറൂഇയാത്തില്ലാത്തതുകൊണ്ടല്ല. അസ്ൽ എന്നത് ഈമാനാണ്. അതില്ലാത്തതാണ് പ്രശ്നം. ഈമാൻ എന്ന അസ്ൽ ഉണ്ടാവണമെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് താല്പര്യം ഉണ്ടായിരിക്കണം. അതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്യണം. അതന്നെ സംഗതി. അത് നമ്മളെ വീട്ടിൽ വേണം,
എല്ലായിടത്തും വേണം. ഒന്നതാണ് ഈമാനിക പുരോഗതി ഉണ്ടാക്കുക. രണ്ടാമത്തെ കാര്യം വൈജ്ഞാനിക പുരോഗതി ഉണ്ടാക്കുക. വൈജ്ഞാനിക പുരോഗതി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാല് ഒരു മനുഷ്യന്റെ വിവരം അവന് ഉപകാരപ്പെടണമെങ്കിൽ 2-3 കാര്യങ്ങൾ പാലിക്കണം. എന്നാലാണ് ഒരാളുടെ ഇൽമ അവന് ഉപകാരപ്പെടുള്ളൂ. ഒന്നാമത്തെ കാര്യം ഗുരുവിനെ ആദരിക്കുന്നവർക്കേ ഇൽമ ഉപകാരപ്പെടുള്ളൂ. രണ്ടാമത്തെ കാര്യം ഇൽമ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നവർക്കേ ഇൽമ ഉപകാരപ്പെടുള്ളൂ. മൂന്നാമത്തെ കാര്യം ഉള്ള ഇൽമിനനുസരിച്ച് അമൽ ചെയ്യുന്നവർക്കേ ഇൽമ ഉപകാരപ്പെടുകയുള്ളൂ. ഒന്നാമത്തെ കാര്യം ഗുരുവിനെ ആദരിക്കണം, എന്നാലേ ഇൽമ ഉപകാരപ്പെടുള്ളൂ. ഗുരുവിനെ ആദരിച്ചില്ലെങ്കിൽ 3 വിപത്തുകൾ വന്നു ചേരുമെന്നാണ്. ഒരാൾ അധ്യാപകനെ ഗുരുനാഥനെ ആദരിച്ചില്ലെങ്കിൽ 3 വിപത്ത് വന്നു ചേരും. എല്ലാ ഗുരുവും ഞാൻ തന്നെ കേട്ടോ. മദ്രസ പഠിപ്പിച്ച ആളാണെങ്കിലും ഞാൻ ഒരിക്കൽ വേങ്ങര അടുത്ത് ഒരു പരിപാടിക്ക് പോയി. വേങ്ങര അപ്പൊ അവിടെ മദ്രസന്റെ 60ാം വാർഷികമാണ്. 60ാം വാർഷികത്തോടനുബന്ധിച്ച് അവർ മദ്രസ ബിൽഡിംഗ് പൊളിച്ച് പുതിയ ബിൽഡിംഗ് ആക്കിയിട്ട് അതിന്റെ ഉദ്ഘാടനവും മദ്രസന്റെ 60ാം വാർഷികവും. അവിടുത്തെ കുട്ടികൾ എന്ത് ചെയ്തു വെച്ചാല് 60 കൊല്ലമായി മദ്രസയിൽ പഠിപ്പിച്ചിരുന്ന മുഴുവൻ ഉസ്താദുമാരും വീട്ടിക്ക് തെരഞ്ഞുപോയി. എന്നിട്ട് ഹയാത്തുള്ള ആൾക്കാർക്ക് നീച്ച് നടക്കാൻ വയ്ക്കുന്നവരൊക്കെ പരിപാടിക്ക് ക്ഷണിച്ചു. നീച്ച് നടക്കാൻ വയ്യാത്തവർക്കൊക്കെ ഓരോ ഹദിയ കൊടുത്തുകൊണ്ട് ദ്വാരപ്പിച്ചുകൊണ്ട് പോന്നു. മരിച്ച ആളുകളുടെ ഖബർ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് സിയാറത്ത് ചെയ്തു പോന്നു. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഓന്റെ ഉസ്താദുമാരെ ഓർമ്മ ഉണ്ടാകുക എന്നുള്ളതാണ്. പുതിയ തലമുറയ്ക്ക് ഇന്റെ ഉസ്താദ് ഉണ്ടാവില്ല, പഴയ ആൾക്കാർക്ക് ഉണ്ടാവും. പഴയ ആൾക്കാരുടെ ഒരു 60ഓ 70ഓ വയസ്സായവരോട് അന്റെ ഉസ്താദ് ആരാന്ന് ചോദിച്ചാൽ അത് കുന്നത്തല്ലേ മഹമൂലാരാണ് എന്റെ ഉസ്താദ് എന്ന് പറയും. ആ പറഞ്ഞോട് തന്നെ ഉണ്ട് ഒരു അഭിമാനം. പുതിയ തലമുറയോട് അന്റെ ഉസ്താദ് ആരാന്ന് ചോദിച്ചാല് അങ്ങനെ ഒരാളില്ലാറ്. ചോദിച്ചു നോക്കി നിങ്ങള്, ഞാൻ ചോദിച്ചിട്ടാണ് പറഞ്ഞേ. എന്റെ ഉസ്താദിന്റെ ആളുണ്ടാവില്ല. അത് വലിയ വിഷയല്ലേ? ഒരു മനുഷ്യൻ അവന്റെ ഗുരുവിനെ മറന്ന ഒരു നേറ്റ. ഗുരുവിനെ മറക്കുക എന്നുള്ളത് ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയൊരു അക്രമമാണ്. ഗുരുനാഥനെ മറന്നു പോവുക. വല്ലാതെ നിർബന്ധിച്ച് ചോദിച്ചപ്പോൾ നാളെ 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ പറഞ്ഞു അത് ഒരു കണ്ണടച്ചാളായിരുന്നു പറഞ്ഞു. വേറെ കുട്ടിയോട് എന്നാലും നിങ്ങൾ പറയാറിനപ്പോ ഒരു പറഞ്ഞു ആ പാലത്തിന്റെ അപ്പുറം വന്നിരുന്ന ഒരാളായിരുന്നു പറഞ്ഞു. ഞാൻ ഒരു തവള എന്തേലേക്കാരെന്ന് പറഞ്ഞു. അല്ല എന്താ പറയാലോട്? ഗുരുനാഥനെ മറക്കാന്ന്. അധ്യാപകനെ മറന്നാൽ, ഗുരുവിനെ മറന്നാൽ പിന്നെ അവനിൽ നിന്ന് പഠിച്ചതിന്റെ ഉപകാരം നഷ്ടപ്പെടും. അപ്പോ പിന്നെ ഇൽമിന്റെ ഉപകാരം നഷ്ടപ്പെടും മനുഷ്യന്മാർക്ക്. അപ്പൊ ഗുരുവിനെ എപ്പോഴും ആദരിക്കണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ സംഗതി ഉണ്ടാവും. അപ്പൊ ഒന്ന് ഗുരുനാഥനെ ആദരിക്കുക എന്നുള്ളതാണ്. ഗുരുനാഥനെ അനാദരിച്ചാൽ ഒന്ന് നിസ്യാൻ വന്നു ചേരുമെന്നാണ്. നിസ്യാൻ എന്ന് പറഞ്ഞാല് മറവി എന്നാണ് വാക്കിനർത്ഥം. പക്ഷെ ഇൽമിന്റെ മറവി എന്ന് പറഞ്ഞാൽ ഇൽമ മറക്കുക എന്നല്ല. ഇൽമിന്റെ മറവി എന്ന് പറഞ്ഞാൽ ഉപകാരം നഷ്ടപ്പെടുക എന്നാണ് ഇൽമിന്റെ മറവി. പരീക്ഷക്കൊക്കെ എഴുതാൻ കിട്ടും, ഫസ്റ്റ് ക്ലാസ് ഒക്കെ ഉണ്ടാവും, ചിലപ്പോൾ സമ്മാനമൊക്കെ കിട്ടും. ആവശ്യ നേരത്തെ ആ സംഗതി ജീവിതത്തിൽ ഉണ്ടാവില്ല. ഗുരുവിനെ അനാദരിച്ചാൽ ഉണ്ടാവുന്ന സംഗതിയാണത്. രണ്ടാമത്തേത് ഗുരുവിനെ അനാദരിക്കുന്നവർക്ക് റിസ്ക് തടയപ്പെടുന്നതാണ്. ഉപജീവനം, ഭക്ഷണം തടയപ്പെടും. റിസ്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും ഭക്ഷണം മാത്രമല്ല, ഭക്ഷണത്തിലേക്ക് വഴിവെക്കുന്ന എല്ലാ കാര്യങ്ങളും റിസ്ക്കാണ്. വിസ റിസ്ക്കാണ്, പാസ്പോർട്ട് റിസ്ക്കാണ്, കച്ചവടം റിസ്ക്കാണ്. അങ്ങനെ നമ്മൾ ഭക്ഷണത്തിലേക്ക് വഴിവെക്കുന്ന എല്ലാ കാര്യങ്ങളും റിസ്ക്കാണ്. ഏതെങ്കിലും ഒരു മനുഷ്യന് കഴിക്കുന്ന ഭക്ഷണവും കുടിക്കുന്ന മരുന്നും കടമായി കൂടി വരുന്നുവെങ്കിൽ, കട മനുഷ്യനുണ്ടാവും, പെരേറ്റിയ കട ഉണ്ടാവും, മക്കളെ കെട്ടിച്ച കട ഉണ്ടാവും. കഴിക്കുന്ന ഭക്ഷണവും കുടിക്കുന്ന മരുന്നും ഒരാൾക്ക് കടമായി വരുന്നുവെങ്കിൽ ഏത് ടീച്ചറെയാണ് മഷി കുടങ്ങിയിട്ടുള്ളത് എന്നത് പരിശോധിക്കണം. റിസ്ക് തടയപ്പെടുക ഗുരുവിനെ നിസ്സാരമാക്കിയവർക്ക് മാത്രമാണ്. അല്ലാത്തവർക്ക് റിസ്ക് ഒരിക്കലും തടയപ്പെടില്ല, ബാക്കിയുള്ളതൊക്കെ തടഞ്ഞാലും. റിസ്ക് എന്ന് പറയുന്നത് ഗുരുവിനെ ആദരിച്ചവർക്കുള്ളതാണ്. 4ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി സ്കൂള് വിട്ടിട്ട് പെരേക്ക് വന്നിട്ട് വാപ്പാട് പറയാണ്, വാപ്പ ഞങ്ങളെ 7 മാസം എല്ലാരും ചേനത്തലേന്നാണ് വിളിക്കല്. അപ്പൊ വാപ്പ പറയാണ് അയാൾക്ക് പറ്റിയ പേരാണത് എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ ഉപജീവനം തടയപ്പെടും. കാരണം വാപ്പ പഠിപ്പിക്കേണ്ട വിവരം അതല്ല. ശരിക്ക് മോനെ പറഞ്ഞത് പറഞ്ഞു, വാപ്പാന്റെ കുട്ടി മേലാൽ പറയരുത്. ഗുരുവിനെ ഇൻസൾട്ട് ചെയ്തവന് റിസ്ക് തടയപ്പെടും.
ഞാൻ പറഞ്ഞതല്ല, മുഹമ്മദ് നബി പറഞ്ഞതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തേത്, ഗുരുവിനെ ഇൻസൾട്ട് ചെയ്യുന്ന ആളുകൾ അന്ത്യം ചീത്തയായി മരിക്കും. എന്താ ഈ അന്ത്യം നന്നാവുക, അന്ത്യം ചീത്തയാവുക എന്ന് പറഞ്ഞാൽ? അന്ത്യം നന്നാവുക എന്ന് പറഞ്ഞാൽ അയാൾ എങ്ങനെയാണ് മരിച്ചത് എന്ന് പറയാൻ പറ്റുന്ന അവസ്ഥയിലാകുന്നതിനെയാണ് അന്ത്യം നന്നാവുക എന്ന് പറഞ്ഞത്. വാപ്പ മരിച്ചിട്ട് ചെന്നപ്പോൾ മോനോട് ചോദിച്ചു, അവനെ എന്തിരുന്നുള്ള വാപ്പാക്ക് വെണ്ണം ചോദിച്ചു. അതിൽ പറഞ്ഞു, കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. വെള്ളിയാഴ്ച രാവിലെ മരിച്ചവർക്കൊരു യാസീനൊക്കെ ഓതി, മങ്കൂസ് മൗലൂദ് ലേശം ഓതി, ബോരന്ന് കുറച്ച് ഖുർആനൊക്കെ ഓതി, ഹദ്ദാദൊക്കെ ചൊല്ലി, ഇശ വാങ്കൊടുത്തേക്കിന് നിസ്കരിച്ചിങ്ങാണ്ട് ചോറും തിന്നുങ്ങാണ്ട് വാപ്പ കിടക്കാൻ പോയതാണ്. ഒരു ഒതൊക്കെ ഉണ്ടാക്കിയിട്ട് കിടക്കാൻ പോയതിന്റെ ശേഷം കുട്ടികളെ എനിക്ക് നെഞ്ഞത്തു കൂടി ഒരു വേദന എന്ന് പറഞ്ഞു. ഞങ്ങൾ വേഗം ചെന്ന് സംസം വെള്ളം വേണമെന്ന് പറഞ്ഞു. 3 മുറുക്ക് സംസം വെള്ളം കുടിച്ചിട്ട് കട്ടിലുമണ് കടന്നുങ്ങാണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ ഒന്നാണ് പറഞ്ഞുങ്ങാണ്ട് ഒരു ശ്വാസം ഇങ്ങനെ വലിച്ചു. പിന്നെ വാപ്പ മൂടിയില്ലാന്ന് പറയുമ്പോ പറഞ്ഞത് മരിച്ചു എന്നാണെങ്കിലും പറയുന്നതിന് ഒരു രസമുണ്ട്. അതിന്റെ പേരാണ് നല്ല മരണം. ചീത്ത മരണം എന്ന് പറഞ്ഞാൽ അതിന് നേരെ ഓപ്പോസിറ്റാ. എന്തായിരുന്നു മൂപ്പർക്ക് ദണ്ണെന്ന് ചോദിച്ചു. അങ്ങനൊന്നും മുണ്ടണ്ട എന്ന് പറഞ്ഞാൽ മരണം പറയാൻ പറ്റാത്ത രൂപത്തിലാണെങ്കിൽ അതിനെയാണ് ചീത്ത മരണം എന്ന് പറയുന്നത്. ഗുരുവിനെ ആദരിച്ചവർക്ക് മാത്രമേ നല്ല മരണം ഉണ്ടായിരിക്കുകയുള്ളൂ. ഗുരുവിനെ അനാദരിച്ചവർക്ക് ചീത്തയായ മരണം ഉണ്ടായിരിക്കുന്നതാണ്. അതുകൊണ്ട് ഇൽമ് ഉപകാരപ്പെടണമെങ്കിൽ 3 നിയമങ്ങൾ പാലിക്കണം. 1, ഗുരുവിനെ ആദരിക്കണം. ഇതൊക്കെ ഇതേമാതിരി കുട്ടികളെ പഠിപ്പിക്കാൻ നമുക്ക് പറ്റുമോ? നാട്ടുകാരെ പഠിപ്പിക്കാൻ പറ്റുമോ? മഹലിന് പുരോഗതി ഉണ്ടാവും. ഇതൊക്കെ നമ്മളിങ്ങനെ കാണിച്ചു കൊടുത്ത് പഠിപ്പിക്കണം. പണ്ടൊക്കെ നമ്മളെ നാട്ടില് പ്രായമായ മുക്രിമാരുണ്ടാവും. അധികം ഈ മുക്രി എന്നൊക്കെ താവയായിട്ടാണ് വരിക. വാപ്പ മുക്രിയായിരുന്നു, വല്യാപ്പ മുക്രിയായിരുന്നു. വാപ്പ മരിച്ചപ്പോ മക്കളിൽ മൂത്താള് മുക്രിയായി. ഇങ്ങനെയാണ്. അസർ നിസ്കാരം കഴിഞ്ഞിട്ട് മുക്രി കാക്ക പെരേക്ക് പോകാൻ വേണ്ടിയിട്ട് ആ വടി എടുത്തുകൊണ്ട് ഇങ്ങനെ ഇറങ്ങിയിട്ട് ആ വടി ഇങ്ങനെ കുത്തി ഇങ്ങനെ നടന്നാല് ഒരേ അകലത്തിൽ ഇങ്ങനെ കുത്തുമ്പോ ഒരു പ്രത്യേക ശബ്ദം ഉണ്ടാവും. പീഡക്കൊലയമേ മടക്ക് കുത്തിങ്ങോട്ട് മേപ്പെട്ട് കയറ്റിയിട്ട് ഇരിക്കുന്ന ആൾക്കാര് മൊല്ലാക്ക പള്ളിക്കന്ന് ഇറങ്ങിയത് കണ്ടാൽ നീച്ചുക്കും. എന്നിട്ട് മല്ലാക്ക പോയി കഴിഞ്ഞിട്ടേ പിന്നെ ഇരിക്കുള്ളൂ. മുൻഗാമികൾ ആദരവിലൂടെയാണ് എന്തെങ്കിലും നേടിയിട്ടുള്ളത്. നമ്മൾ എല്ലാം നഷ്ടപ്പെടുത്തുന്നത് അനാദരവിലൂടെയാണ്. ഇത് കാണിച്ചു കൊടുത്ത് പഠിപ്പിക്കണം, എന്നാലേ പഠിക്കുള്ളൂ. കാണിക്കാതൊരിക്കലും നമുക്ക് പള്ളിക്കല വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ ഒച്ചടാനുള്ള ദിവസമാണ്. ഒരു വെള്ളിയാഴ്ചയാണെന്നുള്ള ഒരു ഫീലിംഗ് കിട്ടണമെങ്കിൽ ഒന്നുകിൽ അങ്ങോട്ട് പോകുമ്പോൾ 2 ഒച്ചടണം, അല്ലെങ്കിൽ ജുമയിട്ടുണ്ട് ഇറങ്ങുമ്പോൾ 2 ഒച്ചട്ടാലേ നമുക്ക് ഒരു വെള്ളിയാഴ്ചന്റെ ഒരു ഉഷാറിന്റെ കിട്ടുള്ളൂ. ഇത് അവസാനം നമ്മൾ പരാതി പറയും. കുട്ടികളൊക്കെ മേലെ കയറിയിരുന്ന വർത്താനം പറയാണ്. തട്ടുണ്ട മുകളിലേക്ക് ഇതാണ്ട് കുട്ടികളൊക്കെ മേലെ കയറുന്നു. എന്റെ കുട്ടികൾ വർത്താനം പറയാൻ കാരണം എളുപ്പമുണ്ട്. കുട്ടികളൊക്കെ കിടന്നു പറയാൻ. ഇവിടെ കുട്ടികളധികം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്തായാലും പറയില്ല. കുട്ടികളല്ലേ കിടന്നിട്ടുണ്ട്, വലിയവരാണ്. എന്താ വിഷയം എന്ന് പറയുന്നത്? ഇമാമ് റൂമിൽ നിന്ന് ഇറങ്ങുമ്പോ അസ്സലാമു അലൈക്കും എന്ന് പറയല്ലോ. ആരോടാണ് പറയുന്നത്? അവിടെ ഉള്ള ആൾക്കാരോടൊക്കെ വലൈക്കും സലാം എന്ന് അവിടെ ഉള്ള ആൾക്കാർ ഉറക്കം നടക്കുമ്പോ മേലെ കയറിയിരുന്ന് വർത്താനം ഇങ്ങനെ തുടങ്ങണ കുറച്ച് കുട്ടികളുണ്ടാവും. അവർക്ക് മനസ്സിലാവും താഴ്ന്ന പമ്പോ ഒച്ചാട്ടല്ല വലൈക്കും അസ്സലാം, ആ താഴത്ത് ജുമ്മ ഉണ്ടല്ലേ എന്നൊന്നും ഉണ്ടാതിരിക്കാൻ തീരുമാനിക്കും. അങ്ങനെ കഴിഞ്ഞിട്ട് ഇങ്ങനെ പോയിട്ട് ആ വാള് വാങ്ങുമ്പോൾ അസ്സലാമു അലൈക്കും ഉണ്ട്. അത് മുക്രിനോടല്ല, അവിടെ ഇരിക്കുന്ന എല്ലാവരോടുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിൽ വരുമ്പോൾ 3 പ്രാവശ്യം സലാം പറയാറുണ്ടായിരുന്നു. ഒന്ന് സദസ്സിന്റെ തുടക്കത്തിലും, ഒന്ന് സദസ്സിന്റെ നടുവിലും, ഒന്ന് സദസ്സിന്റെ അവസാനത്തിലും. ആ 3 കണക്കാക്കാൻ വേണ്ടിയിട്ടാണ് റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒന്ന് പറയണത്, വാള് വാങ്ങുമ്പോൾ ഒന്ന് പറയണത്, കയറി നിന്നിട്ട് 3 പറഞ്ഞു, 3ാമത്തെ പറയണത്. ആ 3 കണക്കാക്കാണ്. അതൊക്കെ എല്ലാവരോടുമാണ്. മിമ്പറിനെ കയറിയിട്ട് ഇങ്ങനെ തിരിഞ്ഞാണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറയുമ്പോ പഴയ ആൾക്കാര് വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറയുമായിരുന്നു. 1ാമത്തെ ഖുത്ബ കഴിഞ്ഞിട്ട് നിർത്തുന്നിടത്ത് ഒരായത്തോതും. ആ ആയത്തിന് മുമ്പ് ഇമാമ് പറയും കലാമുല്ലാഹി റബ്ബിൽ ആലമീൻ.
അപ്പൊ നമ്മളെല്ലാരും പറയും സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലാഹു. എല്ലാവർക്കും അറിയില്ലേ? എന്നാ പറയും സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലാഹു. ഈ ദിക്ർ നമ്മൾ ആരും എഴുതി പഠിച്ചതല്ല, കേട്ട് പഠിച്ചതാണ്. പുതിയ തലമുറക്ക് പഠിയൂല, കാരണം അവർ കേൾക്കുന്നില്ല. നിങ്ങൾ ഔത്തപ്പള്ളിയിൽ അടുത്ത വെള്ളിയാഴ്ച ഒന്ന് ശ്രദ്ധിച്ചു നോക്കി, ഒറ്റൊന്നും പറയണില്ല. എന്നിട്ട് നമ്മൾ അവസാനം കുറ്റം പറയും, ചെറുക്കന്മാരൊക്കെ കിടന്നു. ചെക്കന്മാര് കിടന്നല്ല, വയസ്സന്മാരിൽ നിന്ന് കിട്ടേണ്ടതാണ്, കൈമാറി കിട്ടേണ്ട കാര്യം കിട്ടുന്നില്ല എന്നതാണ് പ്രശ്നം. അവിടെ മസലുണ്ട്. എന്താ മസല? പള്ളിയിൽ നിന്ന് ദിക്ർ ഉറക്കയാക്കാൻ പാടില്ല. ശരിയാണ്, പള്ളിയിൽ നിന്ന് ദിക്ർ ഉറക്കാക്കാൻ പാടില്ല. പക്ഷെ പുതിയ തലമുറയെ താലീം ചെയ്യാനാണെങ്കിലോ പറ്റും. പുതിയ തലമുറയെ പഠിപ്പിക്കാനാണെങ്കിൽ ഒരു കുഴപ്പമില്ല. പുതിയ തലമുറ പഠിക്കണോ പഴയ തലമുറ ചെയ്യണം, എന്നാലേ പുതിയ തലമുറക്ക് പഠിയുള്ളൂ. എനിക്കൊക്കെ ഓർമ്മയുണ്ട്, ഞാൻ കൊളത്തൂർ വലിയ ജുമാഅത്ത് പള്ളിക്കാണ് ജുമാഅത്ത് വരുന്നത്. ഇപ്പം എന്റെ വീടിന്റെ അടുത്ത് ജുമാഅത്ത് പള്ളി വേറെ വന്നിട്ടുണ്ട്. കൊളത്തൂർ വലിയ ജുമാഅത്ത് പള്ളിയിലേക്ക് ജുമാഅത്ത് പോകുമ്പോൾ ഒരു 9:30 മണിക്കൊക്കെ, ഞാൻ മാപ്പിള സ്കൂളിലാണ് പഠിച്ചിരുന്നത്. വെള്ളിയാഴ്ച സ്കൂൾ ഉണ്ടാവില്ല, വെള്ളി ഞായർ ഒഴിവാണ്, ശനിയാഴ്ച സ്കൂളുണ്ട്, അങ്ങനെയാണ്. അപ്പൊ വെള്ളിയാഴ്ച ഒഴിവാണ്. അപ്പൊ നേരത്തെ ഒരു 9 മണിയൊക്കെ ആകുമ്പോഴേക്ക് ജുമാഅത്ത് ചെല്ലും. 9 മണിക്ക് ജുമാഅത്ത് ചെല്ലുമ്പോഴേക്ക് ഔത്തപ്പള്ളിയും പുറത്തപ്പള്ളിയും നിറഞ്ഞിട്ട് ചെരുവില് തിരക്കിയിരിക്കണം. എന്റെ വാപ്പനോട് നിർബന്ധിച്ച് പറഞ്ഞൊരു കാര്യമായിരുന്നു, ജുമാക്ക് പോയാൽ മേലക്ക് കയറരുതേ. അതുകൊണ്ട് ചെരുവിൽ എവിടെങ്കിലും പോയിട്ട് തിരക്കിയിരിക്കും. വാപ്പാന്റെ പ്രധാനപ്പെട്ട ഒരു ഉപദേശമായിരുന്നു, ജുമാക്ക് പോയാൽ തട്ടിന് മേലക്ക് കയറി പോകരുത്. അപ്പൊ ചെരുവിലിഞ്ഞ് സ്ഥലം കിട്ടുള്ളൂ. 9:30 മണിയാവുമ്പോഴേക്ക് ഔത്തപ്പള്ളിയും പുറത്തപ്പള്ളിയും നിറഞ്ഞിട്ട് 3 അൽക്കഹ് കഴിഞ്ഞിട്ട് സ്വലാത്ത് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ചെല്ലാം. ഇന്ന് ഈ ഇരിക്കണ നമ്മൾ ജുമാക്ക് ചെല്ലുമ്പോഴത്തെ അവസ്ഥ എന്താന്ന് ആലോചിച്ചു. ഇതിപ്പോ അതിനാത്രം വയസ്സൊന്നും ആയിട്ടില്ല. എന്തായാലും നിങ്ങളെക്കാളിലൊക്കെ ഭൂരിഭാഗം ആൾക്കാരെക്കാളും എനിക്ക് വയസ്സ് കുറവാണ്. കുറേ കാലം മുമ്പുള്ളൊരു വർത്താനം എന്നല്ല ഈ പറയണത്. ഇന്ന് നമ്മള് വെള്ളിയാഴ്ച ജുമാക്ക് ബാങ്ക് കൊടുത്തിട്ടാണ് അള്ളാഹ് ഇന്ന് പള്ളിക്കര വെള്ളിയാഴ്ചയാണല്ലേ എന്ന് ആലോചിക്കണേ. എന്നിട്ട് ഇങ്ങനെ എടുത്ത് വിളിങ്ങപ്പാടുത്താണ് പോവുകയാണ്. മുമ്പ് അങ്ങനെയല്ല, വ്യാഴാഴ്ച തിരുമ്പിയിട്ട് ചിരട്ട കത്തിച്ചിട്ട് ഇസ്തിരിപ്പെട്ടിയിലിട്ടിട്ട് ഇസ്തിരിട്ട് റെഡിയാക്കും വെള്ളിയാഴ്ച പോകാൻ വേണ്ടിയിട്ട്. വെള്ളിയാഴ്ച ജുമാക്ക് ഒറ്റ ദിവസം പോലും നഖം മുറിക്കാതെ പഴയ ആൾക്കാർ പോയിട്ടില്ല. പുതിയാപ്പിള വന്നിരുന്നപ്പോ നഖം മുറിക്കാത്താണ് ഞാൻ കണ്ടിട്ടുണ്ട്. വെള്ളിയാഴ്ച അടക്കട്ടെ, വെള്ളിയാഴ്ച നിൽക്കട്ടെ, പുതിയാപ്പിള പോകുമ്പോ എല്ലാവരും നഖം മുറിക്കുമല്ലോ. പുതിയാപ്പിള വന്നിരിക്കുമ്പോ നഖം മുറിക്കാത്ത ആളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്നല്ല പല തവണ കണ്ടിട്ടുണ്ട്. നമുക്ക് നേരില്ല. എന്റെ പഴയ ആൾക്കാർക്കൊക്കെ ഒരു വെള്ളിയാഴ്ചയായാൽ അടുത്ത വെള്ളിയാഴ്ചയിലേക്ക് 7 ദിവസം ഉണ്ടായിരുന്നു. നമുക്കൊരു വെള്ളിയാഴ്ച കഴിഞ്ഞാൽ അടുത്ത വെള്ളിയാഴ്ചക്ക് ആകെ ഒറ്റ ആഴ്ചയേ ഉള്ളൂ. അതാ വ്യത്യാസം. ഇന്നലെയും വെള്ളിയാഴ്ചയാണ്, ഇന്നും വെള്ളിയാഴ്ചയാണ്, നാളെയും വെള്ളിയാഴ്ചയാണ്. പിന്നെ അവിടെ നേരം നഖം മുറിച്ചാൽ നേരമില്ല. അങ്ങനെ ഇതൊക്കെ നമ്മളായി. എന്നിട്ട് നമ്മൾ അവസാനം കുറ്റം പറയും, ചെറുക്കന്മാരൊക്കെ കേടുവന്നു. ചെറുക്കന്മാർക്കല്ല കുഴപ്പം, വയസ്സന്മാർക്കാണ്. തന്താരാണ് കേടന്നിട്ടുള്ളത്. കുട്ടികൾക്കൊരു കുഴപ്പമില്ല. മുമ്പൊക്കെ ഈ പുതിയാപ്പിള സൽക്കാരത്തിന് പോകും, പിന്നെ നോമ്പുറപ്പിക്കലിന് പോകും. അപ്പൊ പുതിയാപ്പിളയും പുതിയാപ്പിളിന്റെ ചങ്ങായിമാരോ കൂടിയുള്ള പോവുക. ഇപ്പൊ പിന്നെ കുടുംബക്കാരെ ഒന്നിച്ച് പോലായി. പുതിയാപ്പിളയും പുതിയാപ്പിളിന്റെ ചങ്ങായിമാരൊക്കെ ഇങ്ങനെ പോകുമ്പോ 1, 2, 3 ആളാണ് നോമ്പുള്ളത്, ബാക്കിയൊക്കെ നോമ്പില്ലാതെ കാരം. ഇന്ന് എത്ര ആള് പോകുകയാണെങ്കിലും പോകുന്നവർക്കൊക്കെ നോമ്പുണ്ട്. പുതിയ തലമുറ നോമ്പ് വിൽക്കുന്നുണ്ട്, പുതിയ തലമുറ നിസ്കരിക്കുന്നുണ്ട്. പക്ഷെ പഴയ തലമുറയിൽ നിന്ന് കണ്ടുപിടിക്കേണ്ട ചില കാര്യങ്ങളെ അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല.